ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഇന്നിവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാണ്, അർച്ചന വരണമെന്നില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, അതിന് നിങ്ങൾ വെറുതെ കഷ്ടപ്പെടണമെന്നില്ല, എന്റെ ചേച്ചിയുണ്ട് ഇവിടെ, ചേച്ചി കൊണ്ടുപോയിക്കോളും. എന്താ അച്ചു, നിനക്കിതിലൊരു അഭിപ്രായമില്ലേ? ഈ ധാരയാണ് പേടിക്കുന്നത്. നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ആരാണ് വരേണ്ടത്? നമ്മുടെ ചേച്ചി വരണോ അതോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്ന ഈ സ്ത്രീ വരണോ? ഭാര്യ വീട്ടുകാർ വന്നപ്പോ നിനക്ക് സ്വന്തം അഭിപ്രായം ഇല്ലാതെയായോ എന്നൊക്കെ മുകുന്ദൻ ചോദിക്കുകയാണ്. അച്ചുവിനാണെങ്കിൽ മറുപടി പറയാനൊന്നുമില്ല. രുക്കോപ്പ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ചന്ദ്ര ചേച്ചി വന്നത് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ്, എനിക്ക് ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇഷ്ടം എന്ന് രുക്കു പറയുമ്പോ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവരുടെയും സംശയം തീർന്നു കിട്ടിയല്ലോ, ഇനി ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് രുക്കുവിനെയും അച്ചുവിനെയും വിളിച്ചുകൊണ്ട് പോവാനായി നിൽക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അവിടെ നിന്നേ, പിള്ളേം കൊണ്ട് നിങ്ങളെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഡോക്ടറെ അടുത്തേക്കാണ് പോകുന്നതെന്ന്. ഇനി രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് പോണോ എന്ന് ചോദിക്കുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഇവളെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണോ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഗർഭിണിയെ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ പിന്നെ കളക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, കളക്ടറെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇവളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ അത് ശരിക്കും മണ്ടത്തരമാവത്തേയുള്ളൂ. ഇവളെ ശരിക്കും ഗൈനക്കോളജിസ്റ്റിനെയല്ല കാണിക്കേണ്ടത്, സൈക്കാട്രിസ്റ്റിനെയാണ്. അർച്ചന പറയുമ്പോ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. അർച്ചന, നീ ഇതെന്താണ് പറയുന്നത്? ഈ ഇവളെ തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണാക്കി മാറ്റുകയാണോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞു ഒരു കുടുംബത്തെ മൊത്തം കബളിപ്പിച്ച അവൾക്ക് പിന്നെ എന്തിന്റെ തകരാറാണെന്ന് ചോദിക്കുമ്പോ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു നാടകം പറഞ്ഞത്? അതെന്തായാലും നിങ്ങൾ രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഗംഭീരമായി എന്നൊക്കെ അർച്ചന പറയാണ്. രമ്യപ്പ ചോദിക്കുന്നുണ്ട്, ഈശ്വര, അപ്പോ രുക്കു പ്രഗ്നന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോ രുക്കു വീണ്ടും പിടിച്ചു നിൽക്കാനായി വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്, ഡോക്ടർ അല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചുവപ്പ് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചിയുടെ മുന്നിൽ വെച്ചല്ലേ അന്ന് ഡോക്ടർ എല്ലാം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, നിർത്തടാ, മതി നീ സംസാരിച്ചത്. ഈ കാര്യത്തിൽ ഒരു വിശദീകരണം പറയാനും നിനക്ക് യോഗ്യതയില്ല. ചന്ദ്രകാന്തത്തിലെ സന്തതി അവിടുത്തെ പാരമ്പര്യം കാണിക്കും. നീ അങ്ങനെയാണോ? നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത്? നീ എന്റെ അനിയൻ തന്നെയാണോ എന്നൊക്കെ അർച്ചന അച്ചുവിനോട് ദേഷ്യപ്പെടുകയാണ്. ഇപ്പോ ഇതിനായി നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകണമെന്നില്ല, ആ ഡോക്ടറെ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് അർച്ചന പറയുമ്പോ മുകുന്ദന് ദേഷ്യം വന്ന് അച്ചുവിനെ പിടിച്ച് തല്ലുന്നുണ്ട്. പിന്നീട് അർച്ചനയും രുക്കുവും ചേർന്ന് അവരെ മാറ്റിയാണ്. രമ്യപ്പ ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ചു ഇതൊക്കെ? ഞങ്ങളിപ്പോ ആരായി എന്നൊക്കെ ചോദിക്കുമ്പോ അച്ചു സങ്കടം വന്ന് അർച്ചനയുടെ കാലിൽ വീണ് എല്ലാ തെറ്റിനും മാപ്പ് അപേക്ഷിക്കുകയാണ്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, കല്യാണം നടക്കാൻ വേണ്ടി രുക്കു അങ്ങനെ ഒരു കള്ളം പറഞ്ഞതാണ് എന്ന് അച്ചു പറയുമ്പോ രുക്കു ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, അതൊരു വലിയ തെറ്റാണോ? കള്ളം പറഞ്ഞത് തെറ്റായി എനിക്ക് തോന്നുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും ബഹളം വെക്കുന്നത് എന്ന് രുക്കു ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നത് ഒരു ഹോബിയാക്കിയ കുടുംബത്തിന് ഇതൊന്നും തെറ്റായി തോന്നില്ല എന്ന് അർച്ചന പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് വലിയ ആനക്കാര്യൊന്നല്ല, അതിനുവേണ്ടി നീ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിന്റെ മഹാത്മ്യം എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്, ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടിക്ക് കൂട്ടു നിൽക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് അർച്ചന പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചനെ നീ സൂക്ഷിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ നീ വിവരമറിയുമെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, നീ ഇപ്പൊ നിൽക്കുന്നത് അമ്പാട്ട് വീട്ടിലാണ്, ഇവിടെ നിന്ന് അധികം സംസാരിച്ചാൽ നീ വിവരം അറിയും, ഇനി ഇവിടെ നിൽക്കണോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കുമെന്ന് അർച്ചന പറയുമ്പോ നാണം കെട്ടുകൊണ്ട് ചന്ദ്ര അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പിന്നീട് അമ്പാട്ട് വീട്ടിലെ ഓരോരുത്തരും രുക്കുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് മറുപടിയൊന്നും പറയാനില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് രുക്കു അകത്തേക്ക് പോകുന്നുണ്ട്. അച്ചും അവളുടെ കൂടെ പിന്നാലെ പോവുകയാണ്. മുകുന്ദനപ്പം മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ നാടകം ഏട്ടത്തിക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അയ്യോ സത്യമായിട്ടും എനിക്കറിയില്ല, എന്റെ അനന്തേട്ടനും മോളും ആണേ സത്യം, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാണ്. പിന്നീട് അർച്ചന പറയുന്നുണ്ട്, ഇനി ഈ കാര്യം ചോദിച്ച് ഇനി അവരെ ആരും വിഷമിപ്പിക്കണ്ട, അവര് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതി നമുക്കൊരിക്കലും അവരെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. അച്ചുവും രുക്കുവും വീട്ടുകാർ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന്റെ ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ കള്ളം ഇങ്ങനെ അഭിനയിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട എന്ന്. അന്ന് തന്നെ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ചേച്ചി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്നോട് അവരെന്ത് വിശ്വസിച്ച് പറയും, എന്നെ ആരെങ്കിലും ഈ വീട്ടിലുള്ളവർ വിശ്വസിക്കോ എന്നൊക്കെ അച്ചു ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ട് രുക്കുവിന് ഒരു കുഴപ്പമില്ല. രുക്കു എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ വീട്ടുകാർ എന്ത് പറയും, അവരിനി നിന്നെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള കുറ്റബോധമൊക്കെയാണ്, എനിക്കൊരു കുറ്റബോധവും ഇല്ല. ഇനിയിപ്പോ ഈ കള്ളനാടകം അഭിനയിക്കണ്ടല്ലോ, എല്ലാവരും എല്ലാ സത്യവും അറിഞ്ഞില്ലേ, എന്റെ വീട്ടുകാരും ആദ്യം ഇതൊക്കെ തന്നെയല്ലേ വിശ്വസിച്ചത്, പിന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി, നിനക്ക് നിന്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് എന്റെ തെറ്റല്ല എന്നൊക്കെ രുക്കു പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ഞാൻ ഇനി
എങ്ങനെ ഇവിടെയുള്ളവരുടെ മുഖത്ത് നോക്കും? ചേച്ചിയെ നിനക്ക് ശരിക്കും അറിയില്ല രുക്കു. ചേച്ചിയുടെ മനസ്സിൽ ഇനി നമ്മുടെ സ്ഥാനം എന്തായിരിക്കും? എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് അച്ചു രുക്കുവിനോട് പറയുന്നുണ്ട്. പിന്നീട് JK എന്നൊരാൾ അവിടെയുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാനായി വരികയാണ്. ആ ഹോട്ടലിൽ റൂം എടുക്കുന്നതിന് വേണ്ടി സൈൻ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ പേര് കാണുന്നത് JK. ആ ഹോട്ടലിലെ സ്റ്റാഫ് JK എന്ന പേര് കണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ JK? സാഹിത്യകാരൻ JK സാറാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴയാൾ പറയുന്നുണ്ട്, അതെന്താ സാഹിത്യകാരന്മാർക്ക് നിങ്ങൾ റൂം കൊടുക്കില്ലേ എന്ന് പറഞ്ഞ് അയാള് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ JK എന്ന വ്യക്തി ആ രക്ഷകനാണ്, അർച്ചനയെ കരിമലക്കൊടിയിൽ നിന്നും രക്ഷിച്ച രക്ഷകൻ. പിന്നീട് JK കണ്ട സന്തോഷത്തിൽ ആ സ്റ്റാഫ്, വരൂ സാറിന്റെ റൂം ഞാൻ കാണിച്ചു തരാം, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ്, സാറിന്റെ ബുക്കുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് എന്നൊക്കെ ആ സ്റ്റാഫ് പറയുന്നുണ്ട്. അതിനുശേഷം JK റൂമിലേക്ക് പോവാനായി നിൽക്കുകയാണ്. അപ്പോഴേക്ക് സ്റ്റാഫ് വീണ്ടും ആ JK വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സാർ ഇതിൽ പർപ്പസ് എന്താണെന്ന് എഴുതിയിട്ടില്ല, ഇവിടെ അത് എഴുതണമെന്ന് നിർബന്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് JK ആ പർപ്പസ് എന്താണെന്ന് എഴുതി കൊടുക്കുകയാണ്. മദ്യപാനമാണ് പർപ്പസ് എന്നാണ് എഴുതി കൊടുക്കുന്നത്. അത് കണ്ട് ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, സാർ ഇതാണോ സാറിന്റെ പർപ്പസ്? സാർ അപ്പോ ഇവിടെ എഴുതാനായിട്ടല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ സ്റ്റാഫിനോട് വീണ്ടും കയർത്ത് സംസാരിക്കുകയാണ് JK. അതിനുശേഷം ആ സ്റ്റാഫ് JK സാർ എന്നൊക്കെ വിളിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ഒരു സ്ത്രീ റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് വരികയാണ്. JK കണ്ട ആരാധനയിൽ ആ സ്ത്രീ പോയി JKയോട് സംസാരിക്കുന്നെല്ലാണ്ട്. എന്നാൽ ഇതൊന്നും JKക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നെന്നും നിങ്ങൾ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് JK ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം അർച്ചന വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദീപ്തി അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ദീപ്തി കാര്യമെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ അമ്മ വിളിച്ചിരുന്നു, നാളെ വിസ്താരത്തിന് മുന്നേ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ഓഫീസിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവിടെ വെച്ച് വേണ്ട, ചുറ്റും ചാരന്മാരുടെ കണ്ണുകളല്ലേ, അവര് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ തന്നെ ക്ലാസ് കൊടുത്തോളാം, നീ അവർക്ക് സ്റ്റേ ചെയ്യാൻ എവിടെയാണ് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം പെട്ടെന്ന് എനിക്ക് ഏർപ്പാടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു ഹോട്ടലിൽ ഞാൻ അവർക്ക് റൂം എടുത്തു കൊടുത്തിട്ടുണ്ട്, നാളെ വിസ്താരം കഴിഞ്ഞാൽ അവര് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും അവര് താമസിക്കുന്ന ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയക്കേ, ഞാൻ അവിടെ പോയി അവരെ കണ്ടോളാം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ദീപ്തി പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് അർച്ചന ആ അമ്മയും മകളെയും കാണാൻ ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. റിസപ്ഷനിൽ പോയി ആളെ പറഞ്ഞ് അർച്ചന അവരെ കാണാനായി റൂമിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതും അർച്ചന ഒരാൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് വേറെ ആരുമല്ല, കരിമലക്കുടിയിൽ വെച്ച് അർച്ചനയെ രക്ഷിച്ച രക്ഷകനാണ്. ആ രക്ഷകൻ തന്നെയാണ് JK. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, ഒന്ന് വഴിമാറുമോ എന്ന് പറയുമ്പോ JK തിരിഞ്ഞു നോക്കുന്നുണ്ട്. JK കണ്ട് അർച്ചന ആകെ ഷോക്ക് ആവുകയാണ്. പിന്നീട് അർച്ചന ഒരു നിമിഷം കരിമലക്കുടിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. JK ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ലിഫ്റ്റിൽ കയറി പോവാനായി നിൽക്കുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കരിമലക്കൊടിയിൽ വെച്ച് എന്നെ രക്ഷിച്ച ആളല്ലേ എന്ന് ചോദിക്കുമ്പോ JK ഒന്നും അറിയാത്തതുപോലെ അർച്ചനയെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്തതുപോലെ സംസാരിക്കുന്നുണ്ട്. ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാന് എന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിൽ കയറി JK പോവുകയാണ്. അർച്ചന ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് അയാളല്ലേ, അയാൾക്ക് എന്നെ മനസ്സിലായില്ലേ, ഇത് അയാൾ തന്നെയാണെന്ന് പറഞ്ഞ് അർച്ചന വീണ്ടും ലിഫ്റ്റിൽ കയറി താഴേക്ക് തന്നെ പോവുകയാണ്. പിന്നീട് JK അവിടെ ഒന്നും കാണാതാവുമ്പോ അർച്ചന റിസപ്ഷനിസ്റ്റിൽ പോയി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പൊ ഒരാള് വന്നില്ലേ, അയാൾ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ ചോദിക്കുമ്പോ സ്റ്റാഫ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാണ് മേഡം, ഇവിടെ കുറെ പേര് വരുന്നുണ്ടല്ലോ, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അയാളിട്ട ഡ്രസ്സിന്റെ നിറം എന്താണെന്നൊക്കെ അർച്ചനയോട് ചോദിക്കുകയാണ്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആളായിരിക്കില്ല അത്, എനിക്ക് ആള് മാറിപ്പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അർച്ചന വീണ്ടും അമ്മയെയും മോളെയും കാണാനായി ലിഫ്റ്റിൽ കയറി പോവാനായി നിൽക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.